ഈ ദൃശ്യങ്ങൾ കാണുന്ന പെരിയ പ്രതികൾക്ക് കെ.വി. കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾക്ക് അവിടെ CPM കാസർഗോഡ് സ്വീകരണം നൽകുകയാണ്. വീണ്ടും രക്തഹാരം അണിയിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ സഹാക്കളെ സ്വീകരിക്കുകയാണ്. മണികണ്ഠനും കെ.വി. കുഞ്ഞിരാമനും അടക്കമുള്ള ഇന്ന് ജയിൽ മോചിതരായ പ്രതികൾക്കാണ് അവിടെ സ്വീകരണം നൽകുന്നത്. ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചാണ് അവർക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്നത് കോടതി. അതിന് കാരണം ഈ പറഞ്ഞ 2 മാസം മുതൽ 6 വർഷം വരെ ഉള്ള പരമാവധി ശിക്ഷ ഉള്ളതിൽ 5 വർഷം 6 മാസം മുതൽ 2 വർഷം വരെ പരമാവധി ശിക്ഷ നൽകാവുന്ന വകുപ്പിൽ 5 വർഷം തടവ് ഹൈക്കോടതി കൊടുത്തു ശിക്ഷാവിധി കൊടുത്തു എന്ന ഒരു പ്രശ്നം അന്ന് തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ പ്രതികൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് സ്വീകരണം നൽകുകയാണ്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, ജയിൽ മോചിതരായ പ്രതികൾക്ക് നാടുനീള സ്വീകരണം നൽകാനാണോ CPM-ന്റെ തീരുമാനം? ഹാഷ്മി, കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി മുതൽ കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷൻ വരെ CPM ഒരു സ്വീകരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ സ്വീകരണ പരിപാടിയൊക്കെ ഇന്ന് രാവിലെ തന്നെ റദ്ദാക്കി. ഇപ്പോൾ അനൗപചാരികമായ സ്വീകരണങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പലയിടത്തും നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കാഞ്ഞങ്ങാട് അലാമപ്പള്ളി പരിസരത്തായിരുന്നു പടക്കം പൊട്ടിച്ച് ഇവരെ CPM നേതാക്കളെ സ്വീകരിച്ചത്. ഇപ്പോഴിതാ ബേക്കൽ പള്ളിക്കരയിലേക്ക് കെ.വി. കുഞ്ഞിരാമനും കെ. മണികണ്ഠനും ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. CPM അന്നും ഇന്നും പറയുന്നത് ഇത് CBI ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ്, അതിന് രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു രീതി. CBI ബോധപൂർവം ഇവരെ പ്രതി ചേർത്തു. പക്ഷേ കോടതിക്കത് മനസ്സിലായിരിക്കുന്നു. ഇനി ജനങ്ങളെ അക്കാര്യം ബോധ്യപ്പെടുത്തുക എന്നതാണ് CPM പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഈ പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും വീട്ടിൽ നേരത്തെ തന്നെ CPM നേതാക്കളെത്തി അവരുടെ കുടുംബങ്ങളെയൊക്കെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ബേക്കൽ പള്ളിക്കരയിൽ വെച്ച് അവർക്കൊരു വലിയ സ്വീകരണം നൽകുന്നു. CPM ഇത് ഔദ്യോഗികമായി നിശ്ചയിച്ചൊരു പരിപാടിയൊന്നുമല്ല, അനൗപചാരികമായാണ് ഈ സ്വീകരണ പരിപാടി നിശ്ചയിച്ചത്. പക്ഷേ ഇത്രയേറെ പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹാഷ്മി. ഈ പെരിയ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന CPM നേരത്തെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതികളുടെ വീട്ടിൽ പോയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു. ഇന്നിപ്പോൾ ഈ പ്രദേശങ്ങൾ, അതായത് കാസർഗോഡ് ജില്ലയിലേക്ക് ഇവർ പ്രവേശിച്ച മുതൽ തന്നെ വലിയ സ്വീകരണങ്ങൾ പലയിടത്തും നൽകുന്നു, പടക്കം പൊട്ടിക്കുന്നു, ആഹ്ലാദം പങ്കിടുന്നു. ഇനിയിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ഈ ബേക്കൽ പള്ളിക്കരയിൽ, അതായത് ഇവിടെയാണ് 3 പേരുടെ വീട്, ഇവിടെ അവർ ഇറങ്ങും. അതിനുശേഷം കെ.വി. കുഞ്ഞിരാമനെ പുതുമയിലേക്ക് പ്രവർത്തകർ ആനയിക്കുമെന്നാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സ്വീകരണം, വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പെരിയ കൊലപാതക കേസിൽ അല്ലെങ്കിൽ ഇവരെ പ്രതികളെ മോചിപ്പിച്ചു, ജീപ്പിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു എന്നൊക്കെ ആരോപണ വിധേയനായ അല്ലെങ്കിൽ ആ കുറ്റത്തിന് പ്രതിയാക്കപ്പെട്ട കെ.വി. കുഞ്ഞിരാമൻ MLA അടക്കമുള്ളവരെ ആണ് ഇപ്പോൾ വലിയ സ്വീകരണം അവിടെ കാസർഗോഡ് CPM പ്രവർത്തകർ CPM കൊടുക്കുന്നത്. മാലയിട്ട് സ്വീകരിക്കുകയാണ് CPM. P. ജയരാജൻ, MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതികളെ അവിടെയും രക്തഹാരം അണിച്ച് സ്വീകരിക്കാൻ ജയിലിന് മുന്നിലെത്തിയിരുന്നു. അങ്ങനെ വഴിനീളെ വലിയ സ്വീകരണം ഇരട്ട കൊലപാതക കേസിൽ ഉള്ള പ്രതികൾക്ക് കൊടുക്കുകയാണ് അവിടെ. നേരത്തെ കോടതി ഇവരുടെ ശിക്ഷ മരവിപ്പിച്ച് ആണ് അവർക്ക് ജാമ്യം നൽകിയത്. 6 മാസം മുതൽ 2 വർഷം വരെ കിട്ടാവുന്ന വകുപ്പായിരുന്നു അവർക്കെതിരെ ചുമത്തിയിരുന്നത്. അതിൽ 5 വർഷം തടവും 5000 രൂപ പിഴയും എന്നുള്ളത് അപ്പോൾ തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ അവർക്ക് ആ ശിക്ഷയാണ് മരവിപ്പിച്ച് ഇപ്പോൾ അവർക്ക് പുറത്തേക്കുള്ള വഴി കോടതി തന്നെ തുറന്നത്. അപ്പോൾ ജയിൽ മോചിതരായ പ്രതികൾക്ക് CPM ജയിലിൻ്റെ മുന്നിലും പുറത്തും നാട്ടിലുമൊക്കെ വലിയ സ്വീകരണം നൽകുകയാണ്. അരുൺ പാറക്കൽ അവിടെ തുടരുന്നുണ്ട്. അരുൺ, ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം എവിടെയാണ്? ചേട്ടാ, പലയിടത്തും വലിയ സ്വീകരണമൊന്നുമില്ല.
നമ്മളെ സ്വന്തം പ്രദേശമല്ലേ, അതിൻ്റെ ഒരു വികാരം. പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും നന്ദിയും കടപ്പാടും ഉണ്ടെന്നാണ് നേരത്തെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷ ആരോപിക്കപ്പെട്ട CPM നേതാവും മുൻ MLA KV കുഞ്ഞിരാമൻ്റെ ആദ്യത്തെ പ്രതികരണം. KV കുഞ്ഞിരാമൻ ഇപ്പോൾ നമ്മുടെ നാടല്ലേ എന്ന് പറയുകയാണ്, അതുകൊണ്ട് സ്വാഭാവികമാണ് എന്ന മട്ടിലാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ KV കുഞ്ഞിരാമൻ്റെ ആദ്യ പ്രതികരണം. CPM-നെതിരായി കെട്ടിപ്പൊക്കി വന്ന നുണയുടെ വലിയ കോട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാടോട് പൊളിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്നുകൂടി KV കുഞ്ഞിരാമൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 CPM നേതാക്കളുടെ ശിക്ഷയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. തുടർന്ന് ഇന്നാണ് കണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവർക്ക് CPM കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പാറക്കൽ ചേരുന്നവരോട് ഞാൻ ചോദിച്ചത് ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം എവിടെയാണ്? ഹാഷ്മി, ഇപ്പോൾ ഈ CPM നേതാക്കൾ ബേക്കലിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അവിടെയും അവരെ രക്തഹാരമണിയിച്ച് സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്ഷൻ 225 പ്രകാരം 4 നേതാക്കളും കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞത് വലിയ ആഘോഷമായി കോൺഗ്രസും മാധ്യമപ്രവർത്തകരും കണ്ടു എന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ CPM നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലായിരുന്നു. അത് മറികടക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴിതാ അടുത്ത സ്വീകരണ പരിപാടി അടുത്ത സ്ഥലത്തേക്ക്, അതായത് ഉദുമയിലേക്ക് ഇവർ CPM നേതാക്കൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഹാഷ്മി. പെരിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റത്തിന് എറണാകുളം CBI കോടതി ഉദുമ മുൻ MLA CPIM ജില്ലാ സെക്രട്ടറി അംഗമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയ കുറ്റം ശിക്ഷ ആരോപിച്ചിരുന്നു കോടതി. തുടർന്ന് അവർ പുറത്തേക്കിറങ്ങി. അത് ആഘോഷമാക്കുന്നു CPM. വഴിനീളെയാണ് നേതാക്കൾക്ക് സ്വീകരണം.